ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു തർക്ക പ്രദേശമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. 1947 അന്നത്തെ ജമ്മു കാശ്മീർ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ലേനക്കരാർ വഴി ഇന്ത്യയോട് പൂർണ്ണമായും ചേരാൻ തീരുമാനിച്ചതോടെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇത് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയുടെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവരുടെ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന അധിനിവേശത്തിലൂടെ കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം അവർ അനധികൃതമായി പിടിച്ചെടുക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നതായിരുന്നു ആദ്യത്തെ ഉപാധി. എന്നാൽ പാകിസ്ഥാൻ ഇതൊരിക്കലും പാലിച്ചിട്ടില്ല. ഈ അനധികൃത അധിനിവേശ പ്രദേശമാണ് ഇന്ന് പാക് അധിനിവേശ കാശ്മീർ എന്നും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നും അറിയപ്പെടുന്നത്. 1994 ഇന്ത്യൻ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം ഈ വിഷയത്തിലെ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ഭരണഘടനാപരമായ ഉറപ്പാണ്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ ആ പ്രദേശം ഉടനടി ഒഴിഞ്ഞു പോകണമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ആ സുപ്രധാന പ്രമേയം. വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ നിലപാടിൽ ഇന്ത്യ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ അവകാശം ഒരു കാലത്തും അടിയറവ് വെക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിലെ വലിയ മാറ്റങ്ങളാണ് ഡോക്ടർ എസ് ജയശങ്കറിന്റെയും ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും വാക്കുകളിലൂടെ ലോകം കേൾക്കുന്നത്. മുൻകാലങ്ങളിൽ പാകിസ്ഥാനുമായുള്ള ചർച്ചകളിൽ കാശ്മീർ ഒരു വിഷയമായി വരുമ്പോൾ ഇന്ത്യ പലപ്പോഴും പ്രതിരോധത്തിലൂന്നിയ നയമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ സാഹചര്യം പൂർണ്ണമായും മാറിയിരിക്കുന്നു. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു. കാശ്മീർ വിഷയത്തിൽ ഇനി പാകിസ്ഥാനുമായി സംസാരിക്കാൻ ഒന്നുമില്ലെന്നും എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീർ തിരികെ നൽകുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കുമെന്നും ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തു തിരികെ ചോദിക്കുന്നത് പോലെ തികച്ചും സ്വാഭാവികവും ന്യായവുമായ അവകാശവാദമായാണ് വിദേശകാര്യമന്ത്രി ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ഉത്തരവാദിത്തമില്ലാത്തവർ വീടിന്റെ കാവൽക്കാരായിരിക്കുമ്പോൾ പുറത്തുനിന്നുള്ളവർ വന്ന് മോഷ്ടിക്കുന്നത് പോലെയാണ് കാശ്മീരിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന അദ്ദേഹത്തിന്റെ ഉപമ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനങ്ങൾക്കിടയിൽ നിന്നും ബോധപൂർവം മറവിയിലേക്ക് തള്ളപ്പെട്ടിരുന്ന ഈ വിഷയം ഇപ്പോൾ വീണ്ടും ജനങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ പുതിയ നയതന്ത്ര സമീപനത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂപടങ്ങളിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി ആ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അവിടെ ഭൗതികമായ നിയന്ത്രണം കൊണ്ടുവരിക എന്നത് ഏതൊരു പരമാധികാര രാജ്യത്തിന്റെയും അന്തിമ ലക്ഷ്യമായിരിക്കും. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണവും ഗൗരവതരവുമാക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം അതിവിശാലമായ സൈനിക, സാമ്പത്തിക പ്രാധാന്യമുള്ള ഒന്നാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന വമ്പൻ പദ്ധതിയാണ്. ഇന്ത്യയുടെ പൂർണ്ണ അധികാരമുള്ള ഈ പ്രദേശത്ത് കൂടിയാണ് കോടിക്കണക്കിന് ഡോളറിന്റെ ഈ പദ്ധതി കടന്നു പോകുന്നത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ്. തങ്ങളുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും മാനിക്കാതെയാണ് ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഇന്ത്യ പലതവണ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ അസന്നിഗ്ധമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടത്താനും ആ പ്രദേശത്തെ പാകിസ്ഥാന്റെ പൂർണ്ണ അധികാരമുള്ള 5ാമത്തെ പ്രവിശ്യയായി മാറ്റാനുമുള്ള ശ്രമങ്ങൾ പാക് സർക്കാരിന്റെയും അവിടുത്തെ ഉന്നത കോടതികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ നിയമവിരുദ്ധ നീക്കങ്ങളെ ഇന്ത്യ അങ്ങേയറ്റം കർശനമായാണ് നേരിടുന്നത്. ഇന്ത്യൻ പ്രദേശങ്ങളിൽ യാതൊരുവിധ ഭരണഘടനാപരമായതോ നിയമപരമായതോ ആയ അധികാരവും പാകിസ്ഥാൻ ഇല്ലെന്നും ഇത്തരം അധിനിവേശ നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ താക്കീത് ചെയ്തിട്ടുണ്ട്.
നിയമവിരുദ്ധമായ കയ്യേറ്റങ്ങളിലൂടെ ആ പ്രദേശത്തിന്റെ ജനസംഖ്യാ ഘടനയിലും രാഷ്ട്രീയ സ്വഭാവങ്ങളിലും കൃത്രിമമായ മാറ്റം വരുത്താനുള്ള പാകിസ്ഥാന്റെ ഗൂഢശ്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. പാക് അധിനിവേശ കാശ്മീരിലെ ആഭ്യന്തര പ്രതിസന്ധികളും തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര സമൂഹം വേണ്ടത്ര ശ്രദ്ധിക്കാത്ത എന്നാൽ പ്രാധാന്യമർഹിക്കുന്ന വലിയൊരു വിഷയമാണ്. ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനാധിപത്യ പ്രക്രിയകളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുമ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറമുള്ള ജനങ്ങളുടെ ജീവിതാവസ്ഥ തികച്ചും പരിതാപകരവും ദയനീയവുമാണ്. ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും ആ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നത്. സാമ്പത്തികമായ വലിയ ചൂഷണം, രാഷ്ട്രീയമായ അടിച്ചമർത്തലുകൾ, മാധ്യമങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള കർശനമായ വിലക്കുകൾ എന്നിവ അവിടെ നിത്യസംഭവങ്ങളാണ്. വൻതോതിൽ ജലവൈദ്യുത പദ്ധതികളും പ്രകൃതി വിഭവങ്ങളുമുള്ള ഈ പ്രദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം പാകിസ്ഥാൻ ഭരണകൂടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം പോലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നില്ല എന്ന വലിയ രോഷം ആ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. ഉയർന്ന വിലക്കയറ്റം, കുടിവെള്ളക്ഷാമം, വൈദ്യുതി മുടക്കം എന്നിവയ്ക്കെതിരെ പാക് അധിനിവേശ കാശ്മീരിലെ തെരുവുകളിൽ അടുത്തിടെ നടന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ കരുത്തും അവിടെ നടക്കുന്ന അത്യാധുനിക വികസനങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം പൗരന്മാർക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന സത്യം ഇപ്പോൾ മറച്ചുപിടിക്കാനാവാത്ത വിധം പുറത്തു വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര പ്രതികരണങ്ങളും നയതന്ത്ര വെല്ലുവിളികളും പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഈ കടുത്ത നിലപാടുകൾ പാകിസ്ഥാനെ വലിയ തോതിൽ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ പ്രസ്താവനകളെ പ്രകോപനപരം എന്നും നിരുത്തരവാദിത്തപരം എന്നും വിളിച്ച് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള വേദികളിൽ സ്ഥിരമായി പരാതിപ്പെടുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ വലിയ ഭീഷണിയാണെന്ന് വരുത്തി തീർത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനാണ് അവരുടെ നിരന്തരമായ ശ്രമം. എന്നാൽ ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വാദങ്ങളെ കൂടുതൽ അനുഭാവപൂർണമായും യുക്തിസഹവുമായാണ് കാണുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക നയമായി കൊണ്ടു നടക്കുന്ന പാകിസ്ഥാനെ വിശ്വസിക്കാൻ മിക്ക വൻശക്തികളും ഇന്നൊട്ടും തയ്യാറല്ല. ഭീകരവാദവും സമാധാന ചർച്ചകളും ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുപോകാനാകില്ലെന്ന ഇന്ത്യയുടെ അടിയുറച്ച നിലപാടിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയും പിന്തുണയുമാണ് ലഭിക്കുന്നത്. ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും സൈനിക ശക്തിയും ലോകരാജ്യങ്ങൾക്കിടയിലുള്ള വലിയ നയതന്ത്ര സ്വാധീനവും കാരണം കാശ്മീർ വിഷയം ഇന്ത്യയുടെ തികച്ചും ആഭ്യന്തര കാര്യമാണെന്ന യാഥാർത്ഥ്യം അമേരിക്ക ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഭീകരവാദം അവസാനിപ്പിക്കാത്ത പക്ഷം സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ കർശന നിലപാടുകളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും പാകിസ്ഥാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പാക് അധിനിവേശ കാശ്മീർ തിരികെ ലഭിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വൈകാരികമായ പ്രാദേശിക മോഹമല്ല, മറിച്ച് അത്യന്താപേക്ഷിതമായ ഒരു ചരിത്രപരമായ നീതി നടപ്പാക്കലാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായി വ്യക്തമാക്കുന്നത് പോലെ ഒരു കാലത്ത് നയതന്ത്ര മര്യാദകളുടെ പേരിൽ ജനങ്ങൾ മറന്നുപോയിരുന്ന അല്ലെങ്കിൽ മാറ്റിവെച്ചിരുന്ന ഈ വിഷയം ഇപ്പോൾ വീണ്ടും സജീവവും ശക്തവുമായ ചർച്ചകളിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറുമൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമോ താൽക്കാലിക രാഷ്ട്രീയ തന്ത്രമോ അല്ല, മറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ദീർഘവീക്ഷണമുള്ളതുമായ ഒരു സമഗ്ര ദേശീയ നയത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. രാജ്യാന്തര അതിർത്തികളിൽ യഥാർത്ഥ സമാധാനം പുലരണമെങ്കിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച ചരിത്രപരമായ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയോട് ഔദ്യോഗികമായി വീണ്ടും ചേരുന്ന ആ സുപ്രധാന ദിനത്തിനായി രാജ്യം കാത്തിരിക്കുമ്പോൾ അത് വെറുമൊരു ഭരണഘടനാപരമായ വിജയമായി മാത്രമല്ല ചരിത്രം വിലയിരുത്തുക, മറിച്ച് പതിറ്റാണ്ടുകളായി അവഗണന നേരിടുന്ന അവിടുത്തെ ജനതയ്ക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും പുരോഗതിയും ജനാധിപത്യ അവകാശങ്ങളും ഉറപ്പുവരുത്തുന്ന ഒരു വലിയ മാനുഷിക മാറ്റമായി കൂടിയാകും അത് രേഖപ്പെടുത്തുക. ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് അങ്ങേയറ്റം ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ നയതന്ത്ര ചുവടുവെപ്പുകളിലൂടെ മുന്നോട്ടു പോകുന്ന ഇന്ത്യ തങ്ങളുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മേലുള്ള ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ല എന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ലോകത്തിന് മുന്നിൽ ഉറക്കം നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.